ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴെടുക്കുന്നേ? തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്ന അനിൽ ആന്റണിയും മത്സരിക്കും. പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്ന അനിൽ ആന്റണിയും മത്സരിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്ന അനിൽ ആന്റണിയും മത്സരിക്കും. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്ന അനിൽ ആന്റണിയും മത്സരിക്കും. ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. ഇവിടെ ഇപ്പൊ പാർട്ടി പ്രഖ്യാപനം ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റണി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത്. നിങ്ങൾ പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് ഓട്ടം കൂടുതൽ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടിയതിനേക്കാൾ കൂടുതൽ ഓടിയാൽ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖം. എനിക്ക് സങ്കടമൊന്നുമില്ല, പരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നത്? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫ്. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞാണ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ഞങ്ങൾക്ക്. അതാണ് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ വലിയൊരു നഷ്ടമൊന്നുമില്ല. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ല, കേരളമായിട്ട് നിർത്തമില്ല. പിന്നെ ഭോഗിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. നൊന്തു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ. ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകൻ. പക്ഷെ AK ആന്റണി കോൺഗ്രസ് ആണ്. AK ആന്റണി പിന്തുണയില്ലാത്ത അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. നഷ്ടപ്പെട്ട മുതലുകൾ തിരിച്ചു കിട്ടാൻ ഒരു സങ്കട ഹർജി സമർപ്പിക്കാനല്ല ഞാൻ വന്നത്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും BJP എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പൊന്നോ കൊടുക്കത്താ. പിന്നെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ BJP വളരെ മാന്യമായിട്ടുള്ളവർ പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമാണ്. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കും? എത്രയോ ആളുകൾ BJP വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും ഇടയവനായി എനിക്ക് BJPയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ RS പ്രവർത്തനം തരുന്നുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പോകുന്നു. ബൈ ബൈ.